പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രേഖകളില്ലാതെ കൊണ്ടുവന്ന ബീഹാറിൽ നിന്നുള്ള 21 കുട്ടികളെ കണ്ടെത്തി. ബീഹാർ കിഷൻഗഞ്ച് ജില്ലയിൽ നിന്നും കോഴിക്കോട്ടെ ഫാത്തിമ ഹിഫ്സുൽ ഖുറാൻ അക്കാദമിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന കുട്ടികളെയാണ് റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. കുട്ടികളെ റെയിൽവേ പോലീസ് CWCക്ക് കൈമാറി. കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകി വരികയാണെന്നും വിദ്യാഭ്യാസ രേഖകൾ ലഭിച്ചാൽ കോഴിക്കോട് CWCക്ക് കൈമാറുമെന്നും പാലക്കാട് CWC ചെയർമാൻ സേതുമാധവൻ പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെ വിവേക് എക്സ്പ്രസിലാണ് 21ഓളം കുട്ടികളും 2 മുതിർന്ന ആളുകളും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. സംശയാസ്പദമായ നിലയിൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയായിരുന്ന ഇവരെ റെയിൽവേ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് മതിയായ രേഖകൾ ഇവരുടെ കൈവശമില്ലെന്ന് കണ്ടെത്തിയത്. തുടർന്ന് റെയിൽവേ പോലീസ് കുട്ടികളെ CWCക്ക് കൈമാറി. കോഴിക്കോട്ടെ ഫാത്തിമ ഹിഫ്സുൽ ഖുറാൻ അക്കാദമിയിൽ പഠിപ്പിക്കാൻ എന്ന പേരിലാണ് കുട്ടികളെ കൊണ്ടുവന്നത്. കോഴിക്കോട് അണ്ടിക്കോടുള്ള സ്ഥാപനം ഹായത്തുൽ ഇസ്ലാം സമിതിയുടെ നേതൃത്വത്തിൽ ഉള്ളതാണെന്ന് കുട്ടികളുടെ കൂടെയുള്ളവർ പറയുന്നുണ്ട്. 2 വർഷത്തെയോ 2 മാസത്തെയോ കോഴ്സിന് എന്ന പേരിലാണ് കുട്ടികളെ എത്തിച്ചിരിക്കുന്നത്. നിലവിൽ കുട്ടികൾക്ക് CWC കൗൺസിലിംഗ് നൽകി വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. വിദ്യാഭ്യാസ രേഖകൾ ഉൾപ്പെടെ കുട്ടികളുടെ പക്കൽ ഇല്ല. ഗ്രാമപ്രമുഖൻ നൽകിയ ഒരു കത്ത് മാത്രമാണ് ഉള്ളത്. ഇത് ഒരു രേഖയായി അംഗീകരിക്കാനാവില്ല എന്നും വിദ്യാഭ്യാസ രേഖകൾ ലഭിച്ചാൽ കോഴിക്കോട് CWCക്ക് കുട്ടികളെ കൈമാറുമെന്നും പാലക്കാട് CWC ചെയർമാൻ സേതുമാധവൻ പറഞ്ഞു. സ്കൂൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആധാർ കാർഡ് ഈസ് നോട്ട് അറ്റ് ഓൾ ഒരു എവിഡൻ്റ് ആയിട്ടുള്ളൊരു ഇതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജനന സർട്ടിഫിക്കറ്റ് ആദ്യം സ്കൂൾ രേഖകൾ സ്കൂളിൽ ചേർത്തതിൻ്റെയും ആ സ്കൂളിലുള്ള അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. അതില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് പരിശോധിക്കുക. ഈ 2 സർട്ടിഫിക്കറ്റുകളും ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് കുട്ടികളുടെ കയ്യിലില്ല. അങ്ങനെ 2 രക്ഷിതാക്കളാണ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ബീഹാറിലുള്ള ഒരു ഗ്രാമപ്രമുഖ് എന്ന് പറയുന്ന ഒരാളൊരു കത്ത് മാത്രമാണുള്ളത്. അത് നമുക്ക് ആ രീതിയിൽ നോക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ മറ്റു കാര്യങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കും. നമ്മളിപ്പോൾ ജെനുവിനായിട്ടുള്ള റെക്കോർഡ്സൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിലാണ് അവർ തുടർന്ന് പഠിക്കുന്നതെങ്കിൽ കോഴിക്കോട് CWCക്ക് നമ്മൾ ഈ കുട്ടികളെ കൈമാറും. കോഴിക്കോട് CWC അവരുടെ പഠനവും സുരക്ഷയും ഉറപ്പുവരുത്തും. കുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും CWC ഉറപ്പുവരുത്തുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. നേരത്തെയും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ രേഖകളില്ലാതെ ബീഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നുമെല്ലാം എത്തിച്ച കുട്ടികളെ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല 2013 ഇത്തരത്തിൽ കുട്ടികളെ എത്തിച്ചത് മനുഷ്യക്കടത്താണെന്നുൾപ്പെടെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ കുട്ടികളെ എത്തിച്ചത് മനുഷ്യക്കടത്തല്ലെന്ന് CWC വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ജനം, പാലക്കാട്.